ഐ ഫീൽ ലൈക്ക് ഹാർഡ് വർക്ക് മാത്രമാണ് ഇതിനകത്ത് നമ്മുടെ കൺട്രോളിലുള്ളത്. കുറെ ഹാർഡ് വർക്ക് ചെയ്ത് മേ ബി ലൈക്ക് ടാലന്റ് ഇൻക്രീസസ്. ലക്ക് എന്ന് പറയുന്ന സാധനം നമ്മുടെ കൺട്രോളിലില്ല. അതിന് നമ്മൾ റേഷ്യോയിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഒരു കാര്യമില്ല. സോ ഡു ലൈക്ക് ഹൗ മച്ച് എവർ ലൈക്ക് ഹാർഡ് വർക്ക് യു ഡു, ബാക്കി ടാലന്റ് കവർ ചെയ്തോളൂ. അല്ലെങ്കിൽ ഹൗ മച്ച് എവർ ടാലന്റ് യു ആർ, അതിന്റെ ബാക്കി മൊത്തം ഹാർഡ് വർക്ക് വെച്ച് കവർ ചെയ്യാം. ലൈക്ക് വർക്ക് വിത്ത് ദോസ് ടു. ഡോണ്ട് അക്കൗണ്ട് ഫോർ ലക്ക്. അത് ആരുടെയും കൺട്രോളിലല്ല, ഓടിക്കണം. ദി ഓൺലി തിങ് ദാറ്റ് വിൽ ഹെൽപ്പ് us is collaborative work. അതിനുള്ള വഴി അല്ലാതെ നമ്മൾ നെറ്റ്വർക്ക് ചെയ്തുകൊണ്ടിരുന്നാലോ ഇതിനെ പറ്റിയിട്ട് വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നാലോ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരുന്നാലോ ഒന്നും അത് ബെറ്റർ ആവില്ല. യു ഹാവ് ടു കീപ് ഡൂയിങ് ഇറ്റ്. സോ കീപ് വർക്കിംഗ് ആൻഡ് പ്രിഫറബ്ലി കീപ് ഡൂയിങ് കൊളാബറേറ്റീവ് വർക്ക് ഇൻ ഗ്രൂപ്പ്സ്. അത് മാത്രമേ എനിക്കെപ്പോഴും ഒരു വാല്യുബിൾ പരിപാടി, വാല്യുബിൾ ടിപ്പ് തന്നെ കൊടുക്കാൻ ഞാൻ ട്രൈ ചെയ്യുന്നത്. മലയാള സിനിമയിൽ ഇഷ്ടപ്പെടുന്ന തിരക്കഥാകൃത്തുകൾ ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ, ഷാഹി കബീർ, രഘുനാഥ് പാലേരി. അതുപോലെ ഇപ്പോൾ അഭിനയ രംഗത്തേക്ക് അല്ലെങ്കിൽ മലയാള സിനിമയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി യുവപ്രതിഭകൾ ഉണ്ടായിരിക്കുമല്ലോ, അവർക്ക് നൽകുന്ന ഒരു സംതിങ് ലൈക്ക് ടിപ്പ് അല്ലെങ്കിൽ ഉപദേശം എന്തായിരിക്കും? അവരോട് എന്താ പറയാനുള്ളത്? കീപ് വർക്കിംഗ് എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഒരു വാല്യൂ ഉള്ള ഒരു ടിപ്പ് അതേ ഉള്ളൂ. കാരണം ബാക്കി ഇപ്പോൾ ഓരോരുത്തരുടെയും വഴി ഓരോന്നായിരിക്കും, ഓരോരുത്തർ എടുത്തിട്ടുള്ള റൂട്ട്, ഓരോരുത്തരുടെ ജേർണി വേറെയാണ്. അപ്പം ഞാൻ അല്ലെങ്കിൽ എൻ്റെ കണ്ടംപററി ആയിട്ടുള്ള വേറൊരു ആക്ടർ ഇതിലേക്ക് വന്ന അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത അതേ ജേർണി വേറൊരാൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിട്ടില്ല. അത് ആക്ച്വലി പോയിന്റില്ല. വേറൊരാളുടെ പാത്ത് റീട്രേസ് ചെയ്യാൻ നോക്കിയിട്ടൊരു കാര്യമില്ല. ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത് വേറൊരു ആക്ടറുടെ പാത്ത് റീട്രേസ് ചെയ്ത് അങ്ങനെ തന്നെ പോവാം, അങ്ങനെ തന്നെ ഒരു ഫിൽമോഗ്രഫി ഉണ്ടാക്കിയെടുക്കുക. അത് നടക്കില്ല. അത് അപ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള ജേർണി അതെ. കാരണം ആക്ടിങ് എന്ന് പറയുന്ന സാധനം തന്നെ നമുക്ക് ലൈക്ക് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണമെന്നുള്ള ധാരണ വളരെ എളുപ്പത്തിൽ വരാവുന്ന ഒരു പ്രൊഫഷനാണല്ലോ. പക്ഷേ ആക്ച്വലി അതങ്ങനെയല്ല. എസ്പെഷ്യലി ലൈക്ക് ആക്ടിങ് ഇൻ ഫിലിം, യു ആർ നെവർ ഡൂയിങ് ഇറ്റ് അലോൺ. അപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്ന കാര്യത്തിൽ യു ഹാവ് ടു കീപ് ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. അത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ